അതുപോലെ എന്താണ് തെളിയിച്ചിരിക്കുകയാണ് അല്ലെ? ചെറുപ്പക്കാരെല്ലാവരും കാണേണ്ട മൂവിയാണ്. എൻഗേജ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ബേസിൽ ജോസഫിന്റെ ഒരു പെർഫോമൻസ് കൊണ്ട് പിന്നെ യുവാക്കളുടെ പെർഫോമൻസ് കൊണ്ട് എല്ലാവരും ഗംഭീരമായിട്ട് ഫൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പ്രത്യേകിച്ച് അസീക നോബിച്ചേട്ടൻ ഇങ്ങനെയുള്ള കുറെ ആർട്ടിസ്റ്റുകളെ പിന്നെ കോട്ടയം നസീർക്കാന്നൊക്കെ ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തു. ആനന്ദ് മേനോന്റെ ഡയറക്ഷനൊക്കെ വർക്കൗട്ട് ആയിപ്പോയിട്ടുണ്ട്. പിന്നെ സ്ക്രിപ്റ്റ് നമ്മുടെ വിപിൻ ദാസിന്റെയാണ്. അതൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ്. എന്തുകൊണ്ടും ഈ ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേക്ക് കാണേണ്ട ചിത്രം തന്നെയാണ്. പിന്നെ അസീസ് നെടുമങ്ങാടേട്ടനൊക്കെ ഉണ്ട്. ഒരുപാട് സ്റ്റാർക്കാസ്റ്റുള്ള സിനിമയാണ്. അച്ഛന്റെ ക്യാരക്ടറൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു. ഒരു ഫാമിലിക്ക് പറ്റുന്ന സിനിമ തന്നെയാണ്. ആദ്യം കുറച്ച് യൂത്തിന്റെ കാര്യങ്ങളെ കാണിച്ചു, പിന്നീട് ജീവിതം വേണ്ടിയായിട്ടുള്ള സിനിമ മുഹൂർത്തങ്ങളാണ്. എല്ലാവർക്കും യൂത്ത് ഫാമിലി എല്ലാവർക്കും വന്ന് കാണാൻ ഇമോഷൻ അതുപോലെ തന്നെ ഒരു കുറ്റം പോലും പറയാനില്ല. എല്ലാം കൊണ്ട് തന്നെ ഒരു കുറ്റം പോലും പറയാനില്ല. പക്ഷെ വാഴ എന്ന് പറയുന്നത് വേസ്റ്റ് ആണ്. പക്ഷെ അവര് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എല്ലാരും ട്രൈ ചെയ്യുന്നുണ്ട് വളർന്നു വരാനായിട്ട്. വാഴയെന്ന് ആരും വിളിക്കത്തില്ല. കാരണം ആര് കളിയാക്കിയുള്ളൂ ന്യൂ ജനറേഷൻ വാഴ എന്താണെന്ന് നിങ്ങൾ അച്ഛൻ വാഴ വെച്ചു ഗംഭീരം. എല്ലാവരും കാണേണ്ട സിനിമയാണ്. എല്ലാം ഒരു വൈബ് ഫാമിലി എന്റർടൈൻമെന്റ് ആണ് സിനിമ. റോമാൻസിഫിക്കേഷൻ ആണ്. ഫൈറ്റ് ഒക്കെ വന്നിട്ട് ഒരു ഇടി വന്നിട്ടുള്ള പയ്യനും ഗംഭീരമായിരുന്നു. അടിപൊളിയാണ്. സാധാരണ ഇത്രയും പിള്ളേരെ സെറ്റപ്പിൽ ഇത്രയും നല്ല ഫൈറ്റ് വരുമെന്ന് ഓർത്തില്ല. അത്ര ഗംഭീരമായിട്ട് ഒരു ബൂസം ഒക്കെ ഒരു അടി ഉണ്ട്. അതിന്റെ ഒരു ഫൈറ്റ് ഉണ്ട്. കോളേജ് ഫൈറ്റ് ഒക്കെ ഉണ്ട്. അത് സൂപ്പർ ആയിരുന്നു. ചോക്ലേറ്റ് എന്ന സിനിമയിലെ രാജുവണ്ണൊക്കെ വെട്ടിയെന്ന് പറയാം. ആ ഫൈറ്റിന്റെ ഇടയ്ക്ക് കൈ ഇങ്ങനെ വന്നു. കാരണം ആ ഫൈറ്റ് ഇങ്ങനെ ആസ്വദിച്ചല്ലേ. കാരണം അതുപോലെ പെരേരൊക്കെ ആസ്വദിച്ചു. രോമാഞ്ചം എന്തായാലും ഗംഭീരമാണ്. സ്വാതന്ത്ര്യ ദിനത്തിൽ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യ ചിത്രം തന്നെയാണ്. എനിക്കൊരു കാര്യം പറയാം. ഇന്നത്തെ കാലത്തിലൊക്കെ സ്വാതന്ത്ര്യം വേണം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലെ ആൾക്കാർ കളിയാക്കുന്നത് വാഴ എന്ന് വെച്ച്. ചെറുപ്പക്കാർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ചെയ്യാൻ സാധിക്കും. അവർക്ക് ഈ ലോകത്ത് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. അത് തെളിയിച്ചിരിക്കുന്ന മൂവിയാണ്. ചെറുപ്പക്കാരെല്ലാവരും കാണേണ്ട സിനിമയാണ്. ന്യൂ ജനറേഷൻകാരെ ഓരോ വ്യക്തി ജീവിതത്തിൽ ഇടപെടുന്ന സിറ്റുവേഷനാണ്. ബേസിൽ ജോസഫ് അതുപോലെ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റ് അടിപൊളിയായിട്ട് ചെയ്തു. ഗംഭീരം. ഇറങ്ങുന്ന എല്ലാ സിനിമയിലും ബേസിൽ ജോസഫ് ഉണ്ട്. അപ്പൊ തുണക്കുയിലുണ്ട്, വായയിലുണ്ട്. അത് ഗംഭീരമായിട്ട്